നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 8 ശ്ലോകം 12. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിഃ ആവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഫുല്ലപത്രേ നിതരാം, ഇതളുകൾ വിടർന്നതും, വിചിത്രേ അത്യത്ഭുതവും, ഭവദ്വീര്യധൃതേ നിന്തിരുവടിയുടെ യോഗൈശ്വര്യത്താൽ, തസ്മിൻ സരോജെ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ, സ്വയം പ്രബുദ്ധാഖില വേദരാശി സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടുകൂടിയ സഹ പത്മജന്മാ വിധി ആ പത്മസംഭവനായ ബ്രഹ്മാവ് ആവിരാസീത് ആവിർഭവിച്ചു. 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ജഗൽകാരണമായ ഒരു താമരമൊട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച് വെള്ളത്തിന് വെളിയിൽ ഉയർന്ന് 4 പാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തികളാൽ കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു പറഞ്ഞില്ലേ. ആ ഇതളുകൾ വിടർന്നതും അത്യത്ഭുതവും നിന്തിരുവടിയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ച് നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ ആ പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി അപേക്ഷിക്കുകയാണ്. കാരണം അപ്പോൾ ഞാനിട്ട് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.